പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 25 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് 25-30 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് ഈ വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, അതാകുമ്പോഴത്തേക്ക് പൾസർ 2013 NS 200. വണ്ടിയെല്ലാം കണ്ടീഷൻ വണ്ടിയല്ല, കുഴപ്പങ്ങളൊന്നുമില്ല, ടയർ എല്ലാം ഓക്കെയാണ്, ക്വാളിറ്റി വണ്ടിയാണ്. 2010 മുതൽ 2022 വരെ വണ്ടികളുണ്ട്. റേറ്റ് പറയുകയാണെങ്കിൽ 14,000 രൂപ മുതലുള്ള 30,000 താഴെയുള്ള ഒരുപാട് സ്കൂട്ടേഴ്സ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് 72 ഒക്കെ കൊടുക്കും. ഓക്കെ, ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരുപാടുള്ള ഷോപ്പാണ്. തീർച്ചയായും ഒരുപാട് എൻക്വയറി ഉള്ള MT 2022 മോഡലാണ്. 2022 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. വണ്ടികളെല്ലാം ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും, അത് നമുക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. 55-60 അത്ര ചെയ്താണ്. അടുത്ത എക്സ്പെൽസിന്റെ 2 കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലേ? അതാകുമ്പോ നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഉള്ള ഷോറൂമാണ്. അതുകൂടാതെ നമ്മൾ നോർമലി ഇപ്പൊ ഹെൽമെറ്റ് മറ്റും കൊടുക്കുന്നതിന് പകരം നമ്മുടെ സബ്സ്ക്രൈബർ വരുമ്പോൾ നമ്മുടെ ഓഫർ ഡിസ്കൗണ്ട് അടിച്ച് കൊടുക്കാൻ പറ്റും. അതെ അതെ, ഡിസ്കൗണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ ഇരുമ്പനം പുതിയ റോഡിലുള്ള സെന്റ് ജോർജ് യൂസ്ഡ് ബൈക്ക് ഷോപ്പിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഏകദേശം 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ? 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം എൻക്വയറിയും കാര്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി വണ്ടികളുള്ള ഷോറൂമാണ്. അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ ഉടമ പേര് വർഗീസ് പൈലി എന്നാണ് ചേട്ടന്റെ പേര് പറയുന്നത്. അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളും ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഓൾ കേരള ഫിനാൻസ് ഉള്ള ഷോറൂം അല്ലേ? ഓൾ കേരള ഫിനാൻസ് ഉള്ള ഷോറൂം. ഓൾ കേരള ഡെലിവറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഡെലിവറി ഇല്ല. നമ്മള് ആളുകൾ വന്ന് തന്നെ കൊണ്ടുപോകണം. ഡെലിവറിക്കുള്ള സൗകര്യം ഇല്ല. ഓക്കെ. പിന്നെ എവിടെ നിന്ന് പർച്ചേസ് ഉണ്ടാവില്ല വണ്ടി? പർച്ചേസ് കേരളത്തിൽ എവിടെ നിന്ന് നമ്മൾ. ഓക്കെ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത് ബാക്കി ഫിനാൻസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഇടയിൽ പറയുന്നതായിരിക്കും. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് KTM-ന്റെ ഡൂക്ക് 250. ഇത് 2017 മോഡലാണ്. ഇത് 35,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? ഇത് സിംഗിൾ ഓണർ വണ്ടി. റേറ്റ് ആകുമ്പോഴത്തേക്ക് 1,55,000 രൂപ. 1,55,000 രൂപ. ഏകദേശം ഒരു 45-50 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഒരു 45, 35, 40 ആ ഒരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, വണ്ടിയെല്ലാം കണ്ടീഷൻ കുഴപ്പങ്ങളൊന്നുമില്ല, ടയർ എല്ലാം ഓക്കെയാണ്, ക്വാളിറ്റിയാണ് വണ്ടി. ക്വാളിറ്റി വണ്ടിയാണ്. അടുത്ത നോക്കുകയാണെങ്കിലോ ഇതാകുമ്പോഴത്തേക്ക് 2020 മോഡല് 250 അല്ലേ? ഇത് 200 ആണ്. 2020. അതാകുമ്പോഴത്തേക്കും 40,000 കിലോമീറ്റർ ഓടി വണ്ടി. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെ എത്രയും കൊടുക്കാൻ പറ്റും? ഇതാകുമ്പോൾ നമുക്കൊരു 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. 1,50,000 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റം ചെയ്യും. ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളുണ്ടാവും. അടുത്ത ഡൂക്കാണെങ്കിലോ ഇതാകുമ്പോഴത്തേക്കും 2019 മോഡൽ 125 ആണ്. 125. ഇത് ഓടിയേക്കുന്ന കിലോമീറ്റർ 46,000 കിലോമീറ്റർ. ഇത് 1,06,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 1,06,000 രൂപ. വണ്ടിയുടെ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്, ടയർ എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. അടുത്തൊരു കിളിക്കുഞ്ഞു പോലത്തെ ഡോമിനോർ 400. 2019 മോഡൽ 400. അതാകുമ്പോഴത്തേക്ക് 29,000 കിലോമീറ്റർ ആണ്. 29,000 കിലോമീറ്റർ. അത് 1,46,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 1,46,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇതും ഏകദേശം 50,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ മതിയാവും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഫിനാൻസ് ഡോക്യുമെന്റ് ആധാർ കാർഡ്, പാൻ കാർഡ്, പാൻ കാർഡും ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ പിന്നെ ATM കാർഡ് വേണം ഈ സീസണിന് വേണ്ടി. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളൂ. വേറെ ഏകദേശം 21 വയസ്സിൽ താഴെയാണെങ്കിൽ ചിലപ്പോൾ ഗ്യാരണ്ടറി വേണ്ടി വരും. 21 വയസ്സിൽ താഴെയാണെങ്കിൽ ഗ്യാരണ്ടറി വേണം, വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഡോമിനോർ ആണെങ്കിൽ അടുത്ത ഡോമിനോർ ആകുമ്പോൾ 2019 മോഡല് അത് 400 ആണ്. 400. അതാകുമ്പോഴത്തേക്കും ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 29,000 കിലോമീറ്റർ. വെറും 29,000 കിലോമീറ്റർ. അതാകുമ്പോൾ റേറ്റ് ആകുമ്പോൾ 1,46,000 രൂപ. 1,46,000. എന്തിനാ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അടുത്തൊരു റെഡ് കളർ ഡോമിനോർ 2021 മോഡൽ 250 ആണ്. മോഡൽ ഡോമിനോർ 250 ആണ്. കിടിലൻ വണ്ടിയാണ്, ഗുഡ് ക്വാളിറ്റി വണ്ടിയാണ്. 29,000 കിലോമീറ്റർ ഓടി. 29,000 കിലോമീറ്റർ. സർവീസ് അതാകുമ്പോഴത്തേക്ക് 1,46,000 രൂപയ്ക്ക് കൊടുക്കാം. 1,46,000 രൂപ. ഇതും ഏകദേശം 45-50 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത വണ്ടിയാണെങ്കിലോ ഇതാകുമ്പോഴത്തേക്കും FC 250 2017 മോഡൽ. 2017 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓടിയേക്കുന്ന കിലോമീറ്റർ ആണെങ്കിൽ 25,000. വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കത് നമുക്കത് 75,000 രൂപയ്ക്ക് കൊടുക്കും. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ 72 ഒക്കെ കൊടുക്കും. എന്തെങ്കിലും ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാലോ, രീതിയാണല്ലോ. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരുപാടുള്ള ഷോപ്പാണ്. തീർച്ചയായും. ഓക്കെ, അടുത്തത് ഒരുപാട് എൻക്വയറി ഉള്ള MT 2022 മോഡലാണ്. 2022 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര? അത് ഓടിയേക്കുന്ന കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്കിത് എത്രയും കൊടുക്കാൻ പറ്റും? അത് 1,59,000 കൊടുക്കാം. 1,59,000 രൂപ. ടയർ എല്ലാം ഓക്കെയാണ്, ബാക്ക് ടയർ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട് ടയർ ആണെങ്കിൽ പുതിയ ടയർ അല്ലേ? നല്ല കണ്ടീഷൻ. ഓക്കെ,
അടുത്തത് R15 കളക്ഷൻസ് ഉണ്ട്. ഇത് V3 അല്ലേ? അതെ അതെ. V3 2020 മോഡൽ വണ്ടി. ഓണർഷിപ്പ് ആകുമ്പോൾ സിംഗിൾ ഓണർ വണ്ടി 30,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് എന്തായാലും ചെയ്യാലോ. കച്ചവടത്തിന്റെ എല്ലാത്തിലും ഉണ്ടാവും. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഏകദേശം ഒരു 35-40 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ V3 ആണെങ്കിൽ 2018 മോഡൽ. 2018 മോഡൽ 17,000 കിലോമീറ്റർ ഓടി. വെറും 17,000 കിലോമീറ്റർ വണ്ടി. അതാകുമ്പോൾ 1,15,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. 1,15,000 രൂപയ്ക്ക് 2018 മോഡൽ വണ്ടി. ഈ V3 ആണെങ്കിൽ 2021 മോഡൽ. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 7,000 കിലോമീറ്റർ. അത് ഓടാത്ത വണ്ടി. അതെ അതെ. നമുക്ക് എത്രയാണ് കൊടുക്കാം? അതാകുമ്പോൾ 1,40,000 രൂപ കൊടുക്കാം. 1,40,000 രൂപ. ഇതും ഏകദേശം ഒരു 45 രൂപ ഡൗൺ പേയ്മെന്റ്, 40 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 40. പിന്നെ ഇതാകുമ്പോഴത്തേക്കും V4 2022. ഇതാണ് V4 2022. അതാകുമ്പോൾ ഓടിയേക്കണ കിലോമീറ്റർ 11,000 കിലോമീറ്റർ. 1,55,000 രൂപയ്ക്ക് നമുക്ക് 1,55,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതും ഏകദേശം 55-60 ഡൗൺ പേയ്മെന്റ്. 55-60 ഏകദേശം. അടുത്ത എക്സ്പെൽസിന്റെ 2 കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലേ? അതാകുമ്പോ ഇത് 2022 മോഡൽ. 2022 മോഡൽ ഓടിയേക്കണ കിലോമീറ്റർ 26,000 ഓടിയത്. വെറും 26,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓർഡർ വണ്ടി. 4V സിംഗിൾ ഓണർഷിപ്പ്. അത് 1,28,000 രൂപ കൊടുക്കാം. 1,28,000 കൊടുക്കാൻ പറ്റും. കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ പറയുകയാണെങ്കിൽ ഇതിനും ഏകദേശം ഒരു അതെ അതെ അത്ര മതിയാവും. 2022. ഇത് എക്സ്പൾസ് റാലി. ഇത് എക്സ്പൾസ് റാലി എഡിഷൻ ആണ്. 2022 മോഡല്. ഓടിയേക്കണ കിലോമീറ്റർ 12,000. വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാകുമ്പോൾ നമുക്ക് 1,52,000 രൂപ കൊടുക്കാം. 1,52,000. ഇതൊരു 40-50 റേഞ്ച് ഒക്കെ വരും. ചെയ്യാം. പിന്നെ ഡൗൺ പേയ്മെന്റ് കേസ് നമ്മൾ പറയുന്നുള്ളൂ, ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 40 എന്നുള്ളത് 50 ആവാം, 40 എന്നുള്ളത് 35 ആവാം. ഡിപ്പെൻസ് ഓൺ ട്രാക്ക് ആണ്. അപ്പൊ നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് വരാതെ കുറച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നോക്കാം. ഓക്കെ. അപ്പൊ അടുത്തത് മേളിൽ കുറച്ച് വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, അത് നോക്കാം. മേളിലേക്ക് വരുമ്പോൾ ഇതേതാ വണ്ടി? ഇതാകുമ്പോൾ 2022 പൾസർ NS. ഓക്കെ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇതാകുമ്പോഴത്തേക്കും 1,20,000 രൂപ കൊടുക്കാം. 1,20,000 രൂപ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റ് 25-30 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് ഈ വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, ഇതാകുമ്പോഴത്തേക്ക് പൾസർ 2013 NS200. NS200 2013 മോഡല്. നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? ഇതാകുമ്പോൾ 40,000 രൂപയ്ക്ക് കൊടുക്കാം. 40,000 രൂപ. NS200 ആണ്. ഓക്കെ. നമുക്ക് 2017 മുതൽ ശേഷമുള്ള കിട്ടുള്ളൂ. 16 മുതലുള്ളതിന് ഫിനാൻസ്. അതിന് ശേഷം അതിന് മുമ്പുള്ളത് കിട്ടില്ല. അതിന് ഫിനാൻസിൽ റെഡി ക്യാഷ് എടുക്കണം. അടുത്തത് 220F 2014 മോഡല്. നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? അതാകുമ്പോൾ നമുക്ക് 34,000 രൂപയ്ക്ക് കൊടുക്കാം. 34,000 കൊടുക്കാം. അടുത്ത FC ഇരിക്കുന്നുണ്ട്. അത് 2013 മോഡല്. 2013 മോഡൽ FC. 2013 മോഡൽ FC. അതാകുമ്പോൾ നമുക്ക് 34,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 34,000 രൂപ നമ്മൾ കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. പിന്നെ ആ വണ്ടി 2017 മോഡൽ യൂണിക്കോൺ. അത് 54,000 കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടെ ഒരു റയർ വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, RX. അത് മോന്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം എടുത്ത് സ്റ്റോക്ക് വെച്ചാൽ പിന്നീട് കൊടുക്കണോളൂ. ഇപ്പൊ അത് തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമുക്ക് കമന്റ് ഇട്ടേക്ക്. നിങ്ങളൊരു വിലയൊക്കെ കരുത്, പിന്നീട് പറയാം. റേറ്റ് പിന്നീട് പറയാം. അതായത് വണ്ടി ഇപ്പൊ വന്നിട്ടുള്ളതുകൊണ്ട് വില നമ്മൾ സിംഗിൾ ഓണർ വണ്ടിയാണ്. മോഡല് 87 വണ്ടി. 87 വണ്ടി. പേപ്പർ എല്ലാം സെറ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കും ഭാവിയില്. ഓക്കെ. ഈ വണ്ടിയാണെങ്കിൽ മാസ്ട്രോ. ഇത് 2013 മോഡലാണ്. 2014 മോഡൽ. ഇതാകുമ്പോൾ 26,000 രൂപ. 2014 മോഡൽ 26,000 രൂപ. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് 25 നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ വണ്ടിയാണെങ്കിൽ ഇതാകുമ്പോൾ 2018 വണ്ടി. ഇതാകുമ്പോൾ 29,000 രൂപയ്ക്ക് കൊടുക്കാം. 29,000 കൊടുക്കാൻ പറ്റും. അത് ഫിനാൻസ് കിട്ടും. 2019. അത് ഏകദേശം എത്ര റേറ്റ് പറഞ്ഞ എങ്ങനെ? അതിന്റെ റേറ്റ് എത്രയായിരുന്നു? അത് 2018 മോഡൽ. അതിന്റെ 29,000 രൂപ. ഒരു ചിലപ്പോ ഒരു 5-6 ഡൗൺ പേയ്മെന്റ് മതിയാവും. ഇങ്ങോട്ട് വരുമ്പോ TVSന്റെ ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ടല്ലേ? ഇത് 2022 മോഡൽ. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? നമുക്കൊരു 77,000 രൂപയ്ക്ക് കൊടുക്കും. 77,000 കൊടുക്കാം. 2022 മോഡൽ. ഓക്കെ. ഏകദേശം എത്ര? 30 രൂപ ഡൗൺ പേയ്മെന്റ്. 30 രൂപ ഡൗൺ പേയ്മെന്റ് മതി. ഓക്കെ. ഇത് എൻടോർക്ക് 2021 ലാസ്റ്റ് വണ്ടി. 2021 ലാസ്റ്റ് വണ്ടി. ഇതാകുമ്പോൾ നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. 68,000 കൊടുക്കാൻ പറ്റും. ഇത് റേസ് എഡിഷൻ ആണ്. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും? കിലോമീറ്റർ അത് ഓടിയേക്കുന്നത് 29,000 കിലോമീറ്റർ. ഇത് ഏകദേശം ഒരു 25 രൂപ ഇറക്കാൻ പറ്റും. പിന്നെ റേ ഇരിക്കുന്നുണ്ടല്ലോ. ഇതാകുമ്പോൾ റേ ZR 2021 മോഡൽ. ഇതാകുമ്പോൾ നമുക്ക് 68,000 രൂപയ്ക്ക് കൊടുക്കാം. 68,000 കൊടുക്കാം. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും? സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികളെല്ലാം
ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. അത് നമുക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും. പിന്നെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടി വരുന്ന അനുസരിച്ച് അന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. പ്രത്യേകിച്ച് ഓഫർ എന്ന് പറയാനായിട്ട് നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഉള്ള ഷോറൂമാണ്. അതുകൂടാതെ നമ്മൾ നോർമലി ഇപ്പൊ ഹെൽമെറ്റ് മെറ്റോളും കൊടുക്കുന്നതിന് പകരം നമ്മുടെ സബ്സ്ക്രൈബർ വരുമ്പോൾ നമ്മുടെ ഓഫർ ഡിസ്കൗണ്ട് അടിച്ച് കൊടുക്കാൻ പറ്റും. ഡിസ്കൗണ്ട് അടിച്ച് കൊടുക്കാം. ഡിസ്കൗണ്ട് അടിച്ച് എന്തെങ്കിലും ചെയ്യും കേട്ടോ, അത് കുഴപ്പമില്ല. ഇതിന്റെ കേസാണെങ്കിൽ ഇതാകുമ്പോഴത്തെ 2022 വണ്ടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് 69,000 രൂപ. അതും ഏകദേശം 25 രൂപ കണക്കിൽ ഇറക്കാൻ പറ്റും. ഈ വണ്ടിയാണെങ്കിൽ ഇതാണ് ഈ 2022 വണ്ടിയല്ലേ. മോഡല്. കിലോമീറ്റർ പറയണെങ്കിൽ കിലോമീറ്റർ ഓടിയേക്കുന്നത് 32,000 ഓടിയേക്കുന്നത്. 24,000 കിലോമീറ്റർ. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? ഇതാകുമ്പോൾ നമുക്ക് 72,000 രൂപയ്ക്ക് കൊടുക്കും. 72,000 കൊടുക്കാം. ഇതാണെങ്കിൽ ഈ വണ്ടി ഇതാകുമ്പോഴത്തേക്ക് 2018 മോഡല് ഗ്രാസിയ. അതാകുമ്പോഴത്തേക്ക് 46,000 രൂപയ്ക്ക് കൊടുക്കുക. 29,000 കിലോമീറ്റർ ഓടി വണ്ടി. വെറും 46,000 കിട്ടുന്നതാണ്. 2019 വണ്ടി. 2019 വണ്ടി 18,674 കിലോമീറ്റർ കണ്ടീഷൻ വണ്ടിയാണ്. ടയർ ഒന്നും വലിയ കുഴപ്പമില്ലല്ലേ? ക്ലീൻ വണ്ടി. കുഴപ്പമുള്ള ടയറൊക്കെ മാറ്റി കൊടുക്കൂലേ? ഓക്കെ, നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? ഇതാകുമ്പോൾ നമുക്ക് 57,000 രൂപയ്ക്ക് കൊടുക്കാം. 57,000 മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഡിയോ ആണെങ്കിൽ 2017 മോഡല്. 2017 ഡിയോ DX അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. നീറ്റ് വണ്ടി. അധികം ഓടിയില്ല. 21,000 കിലോമീറ്റർ ആണ്. വണ്ടിയാണ്, തെലങ്കാന വണ്ടിയാണ്. നമ്മൾ എത്രയും കൊടുക്കും? അത് നമ്മൾ 44,000 രൂപ. 44,000 എന്നൊക്കെ പറയുമ്പോഴും കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും. ഓക്കെ, ഈ വണ്ടിയാണെങ്കിൽ 2022 വണ്ടി. ഇതാകുമ്പോ ഗുഡ് കണ്ടീഷൻ ആണ്. അധികം ഓടിയിട്ടില്ല. 26,000 ആണ് ഓടിയിട്ടുള്ളൂ. അത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളതൊരു 68,000 രൂപയ്ക്ക് കൊടുക്കും. 68,000 കൊടുക്കാം. ഓക്കെ, ഈ വണ്ടിയാണെങ്കിൽ 2022 ഫാസിനോ. ഇതാകുമ്പോഴത്തേക്കും 68,000 രൂപയ്ക്ക് ഇത് കൊടുക്കാം. വെറും 68,000 രൂപ. പിന്നെ നമ്മളൊരു ചെറിയ ഒരു വില കുറഞ്ഞ ഒരു ബഡ്ജറ്റ് വണ്ടി നമ്മുടെ അടുത്ത് പാഷൻ പ്രോ 2010 ഉണ്ട്. ഏറ്റവും കുറഞ്ഞ വണ്ടി ഏറ്റവും വില 14,000 വണ്ടി ഇരിക്കുന്നുണ്ട്. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്താൽ പോവാം. ഇതാകുമ്പോൾ 2014 മോഡൽ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് 34,000 രൂപയ്ക്ക് കൊടുക്കാം. 34,000 കൊടുക്കാം. 2014 ഗുഡ് ക്വാളിറ്റി വണ്ടിയാണ്. അവഞ്ചർ ആണെങ്കിലോ? അവഞ്ചർ 2018 വണ്ടിയാണ്. 2018 220 ക്രൂസ്. 220 ക്രൂസ് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 46,000 രൂപയ്ക്ക് കൊടുക്കാം. 46,000 കൊടുക്കാം. പിന്നെ ഒരു FC 2015 മോഡൽ. 2015 FC. 2015 മോഡൽ. അത് നമുക്ക് 44,000 രൂപയ്ക്ക് കൊടുക്കാം. 44,000 രൂപ കൊടുക്കാം. 2015. ഓക്കെ, ഈ റേ ആണെങ്കിലോ? 2015 മോഡൽ. 2015 മോഡല്. അതാ 34,000 രൂപ. 34,000 കൊടുക്കാൻ പറ്റും. 2015 മോഡൽ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. എടുത്തത് പറയുന്നില്ല. ഈ റേ ആണെങ്കിൽ ഇത് 2015 മോഡൽ തന്നെ. ഇതാകുമ്പോൾ നമുക്ക് 30,000 രൂപയ്ക്ക് കൊടുക്കാം. 30,000 കൊടുക്കാം. ഈ ഇനിയിപ്പോൾ അച്ചീവർ അല്ലേ ഇത്? അത് അച്ചീവർ 2012 വണ്ടി. അതാകുമ്പോൾ ഒരു 20,000 രൂപ. 2012 അച്ചീവർ 20,000 കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വണ്ടി ഫ്രണ്ടിലിരിക്കുന്നുണ്ടല്ലോ. ഫ്രണ്ടിലിരിക്കുന്ന ആ വണ്ടിയാണ് 2010 വണ്ടി. നമുക്കത് കാണിക്കാം. ഇവിടെ നിന്നുള്ള വണ്ടികളൊക്കെ ഉണ്ടോ? അതല്ല നമ്മുടെ. ഓക്കെ, നമുക്ക് ഇതെല്ലാം നമ്മുടെ തന്നെയാണ്. ഓക്കെ, കുറച്ച് രാത്രി ആയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലേ? ഇതേതാ വണ്ടി? ഇത് 2000 SZR യമഹ SZR 2011 വണ്ടി. 20,000 രൂപ. 20,000 കൊടുക്കാൻ പറ്റും. ഈ പ്ലാറ്റിന് 2015 മോഡൽ. 2015 ഇതാകുമ്പോൾ നമുക്ക് 27,000 രൂപയ്ക്ക് കൊടുക്കും. 27,000 കൊടുക്കാൻ പറ്റും. ഈ ആക്റ്റീവ് ആണെങ്കിലോ? ഈ ആക്റ്റീവ് 2016 മോഡൽ. ഇത് നമുക്ക് 36,000 രൂപയ്ക്ക്. 2016 മോഡല് 36,000 രൂപ. ഈ വണ്ടിയാണെങ്കിൽ ഇത് 2015 മോഡല്. അതാകുമ്പോ നമുക്ക് 32,000 രൂപയ്ക്ക് കൊടുക്കാം. 32,000 കിലോമീറ്റർ 44,000. ഇത് ഈ പ്ലഷർ 2012. ഇതാകുമ്പോ നമുക്കൊരു 21,000 രൂപയ്ക്ക് കൊടുക്കും. 2012 മോഡലാണ്. 21,000 കൊടുക്കാം. ഈ മാസ്റ്റർ 2018 വണ്ടി. ഇത് 34,000 കൊടുത്തേക്കാം. 34,000. ഈ ഫാസിന് 2015 24,000 കിലോമീറ്റർ. 24,000 കിലോമീറ്റർ. നമുക്ക് എത്രയും കൊടുക്കാം? ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 34 വരും. 34. പിന്നെ റേസഡ് ഇത് 2013 വണ്ടിയാ. 2013. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? 2013. ഇതാകുമ്പോൾ നമുക്ക് 27,000 രൂപയ്ക്ക് കൊടുക്കാം. 27,000 കൊടുക്കാം. ഈ വണ്ടി ഇത് 2018 വണ്ടി. ഇത് 36,000 രൂപ. 2018 36,000 രൂപ. ഈ ഡിയോ ആണെങ്കിൽ 2014 വണ്ടിയാ.
നമുക്ക് എത്ര മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കാം? ഇതാകുമ്പോൾ നമ്മൾ 34,000 രൂപ. ഓക്കെ, ഈ വണ്ടി നമ്മൾ എത്രയാണ് കൊടുക്കും സ്പെഷ്യൽ ഓഫറിൽ? ഏത് ഈ വണ്ടി 2010 ഇത് നമുക്കൊരു 14,000 രൂപ കിട്ടി കഴിഞ്ഞാൽ കൊടുത്തേക്കും. 14,000 വണ്ടി ഉണ്ട്. അപ്പൊ നമ്മുടെ ഏകദേശം ഇനിയിപ്പോ വേറെ വണ്ടികളൊന്നും വരാനുണ്ടോ? ഇനി വണ്ടികള് പിന്നെ ഗോഡൌണിൽ അത് 2015 മോഡലല്ലേ? അതേതാ ഓണർഷിപ്പ് ഏതാ വരുന്ന? അത് ഗ്ലാമർ 2016 ഞാൻ കേട്ടില്ലായിരുന്നു. ഇത് 2015 34,000 രൂപ. 14,000 രൂപ കൊടുക്കാം. കിടിലം വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള എത്ര ഉണ്ടാവും മൈലേജ്? ഇതിന് മൈലേജ് എന്ന് പറഞ്ഞാൽ 55 കിട്ടും, 55 ലിറ്ററിന് മൈലേജ് കിട്ടും. അപ്പൊ നമ്മുടെ ഏകദേശം 14,000 രൂപ മുതൽ എത്ര രൂപ വരെ വണ്ടികൾ ഇപ്പൊ നമ്മുടെ 14,000 രൂപ മുതൽ 1,70,000 രൂപയുടെ വരെ ഉള്ളത്. മോഡൽ പറയണെങ്കിൽ 2010 മുതൽ 2022 വരെ ഉള്ളത്. 2010 മുതൽ 2022 വരെ വണ്ടികളുണ്ട്. റേറ്റ് പറയുകയാണെങ്കിൽ 14,000 രൂപ മുതലുള്ള 14,000 മുതൽ 1,70,000 ഏകദേശം 30,000 താഴെയുള്ള ഒരുപാട് സ്കൂട്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സ് ഒരു 35-40 റേഞ്ചില് 35-ന് താഴെ അല്ലേ പറയണെങ്കിൽ? 35 താഴെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്കൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഡൂക്ക് വേണ്ടവർക്ക് ഡൂക്കും കാര്യങ്ങളും ഉണ്ട് അല്ലേ? ഡൂക്ക് വേണ്ടൊക്കെ ഡൂക്ക്, പിന്നെ ഡോമിനോർ, പിന്നെ V4 V3 എക്സ്പൾസ്, പിന്നെ NS ഇരിക്കുന്നുണ്ടല്ലേ മൈലേജ് വണ്ടികൾ. അതിന് ഏകദേശം ഒരു എത്രത്തോളം വണ്ടി ഉണ്ടാവും? ചെറിയൊരു കണക്ക് പറയുകയാണെങ്കിൽ എണ്ണി നോക്കണ്ട, ഏകദേശം 55ഓളം വണ്ടി, ഏകദേശം 50-55ഓളം വണ്ടികൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വളരെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞേക്കാം. പുതിയ റോഡ് ജംഗ്ഷൻ ഇരുമ്പനം, എറണാകുളം ജില്ലയിൽ പുതിയ റോഡ് ജംഗ്ഷൻ ഇരുമ്പനം, അടുത്ത് ഇരുമ്പനം പുതിയ റോഡ് ജംഗ്ഷൻ, സെന്റ് ജോർജ് മോട്ടോഴ്സ് എന്നാണ് പേര് പറഞ്ഞത്. ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താൽ കൃത്യമായിട്ട് എത്തിക്കും. വഴിയൊന്നും തെറ്റിക്കില്ല, ഒരുപാട് വഴി തെറ്റിക്കണ്ടല്ലോ, അതുകൊണ്ട് വെച്ചാണ് കൃത്യമായിട്ട് എത്താൻ പറ്റുന്ന ഷോറൂമാണ്. അപ്പൊ ചേട്ടന്റെ പേര് വർഗീസ് പൈലി, അടക്കം മറന്നു, വർഗീസ് പൈലി ചേട്ടൻ, താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 2-3-4 മാസമായിട്ടുണ്ട്. കാരണം പുള്ളി തിരക്കിലായിരുന്നു, നമ്മളും തിരക്കിലാണ്. പിന്നെ നമ്മൾ കുറച്ചാൾ മലപ്പുറത്തും കാര്യങ്ങളായിരുന്നു. ഇപ്പൊ എറണാകുളം ജില്ലയിലുണ്ട്. പിന്നെ പല വീടുകളും പറയുന്നത് വിചാരിച്ചാണ്. ഇപ്പൊ എറണാകുളം ജില്ലയിലുള്ളത് ഞങ്ങൾ മിക്കവാറും ഈ ഒരു മാസം കഴിയുമ്പോൾ കാലിക്കട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ കേരളം മൊത്തം സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരികളാണ് ഞങ്ങള്. അതായത് ശരിക്കും നമ്മുടെ ഈ മേഖലയില് പേര് കേട്ടിട്ട് നല്ലോണം കഴിവുള്ള ഒരു വ്യക്തി ആണെന്ന് അർത്ഥം അല്ലേ? ഓക്കെ. ഞാൻ പറയിപ്പിച്ചല്ല കേട്ടോ. അതായത് നമ്മള് ഒരു യൂട്യൂബിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ്ഡ് ബൈക്കും യൂസ്ഡ് കാർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ വണ്ടിയുടെ റിവ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഉപയോഗിച്ച വണ്ടി ഉണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ എക്സ്പീരിയൻസ്, അങ്ങനെ വണ്ടിയുമായി ബന്ധപ്പെട്ട 2 വീലർ 3 വീലർ 4 വീലർ ഇവരങ്ങനെ പറയുന്നത് ട്രെയിൻ വരെ കിട്ടുക ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ. പാർക്കിങ്ങിലും ഏതെങ്കിലും ഷോറൂമിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചേട്ടന്റെ നമ്പറും ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടാവും, കോൺടാക്ട് ചെയ്യാം. എപ്പോഴും വിളിക്കാമോ? പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വരുമ്പോ ഒരു പുതിയ വ്യക്തിനെയാണ് കാണുന്നത്, അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് സൗമ്യമായിട്ട് ഇവര് നമ്മളോട് പെരുമാറുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ഒരു പ്രചോദനം തരുന്നുണ്ട്. അത് വലിയൊരു പ്ലസ് ആയിട്ട് നമ്മൾ കാണുന്നത്. നമ്മളിവിടെ പോയാലും അവരുടെ കമ്പനിയാണ്, നമ്മൾ ആ രീതിയിൽ മിങ്ക് ചെയ്തത്. ഇപ്പൊ പുതിയ ഷോറൂമിൽ പോയാലും നമ്മൾ ഈ രീതിയിലാണ്. പിന്നെ അറിയാവുന്നവരാവുമ്പോൾ നമ്മൾ ഇച്ചിരി കുശലൊക്കെ പറയും. ഓക്കെ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത്, വേറെ ഒന്നും പറയാനുള്ള വിശ്വസിക്കുന്നു. അപ്പോ ചേട്ടൻ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഇതിന് ഉഷാറാവും കേട്ടോ, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വീണ്ടും വരും. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പുതിയ വണ്ടിക്കായിട്ട് കുത്തി ഇറച്ചിട്ട് വീഡിയോ എന്തായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലാന്ന് വിശ്വസിക്കുന്നു. സെന്റ് ജോർജ് മോട്ടോഴ്സിൽ നിന്നും ചേട്ടൻ്റെ ഒപ്പം ബൈ.